മതി മതി. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഓഫർ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റുഡിയോ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലാണ് കേട്ടോ പോണത്. ജനുവരി 31 വരെയാണ് ഓഫർ ഉള്ളത് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോണത്. ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല, സൺഡേ ആണല്ലോ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് ഗേസ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നട്ടുച്ചയ്ക്കായിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു 1:15, 1:30 ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഓട്ടോ വിളിച്ച് പോവുകയാണ്. ഇതിൻ്റെ മുന്നത്തെ എൻ്റെ ഒരു സ്റ്റുഡിയോ വ്ളോഗ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടവർക്ക് അറിയാലോ. മാർക്കറ്റ് സിറ്റിയിലാണ് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മാളിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ മാത്രമേ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, മാളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ലൊരു എലഗൻ ലുക്കായിരുന്നു ഈ ഒരു ഡ്രസ്സിനും. പിന്നെ അങ്ങനെ കുറേ നേരം നമ്മൾ ഡ്രസ്സസ്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വൈറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെനിക്ക് എടുത്തില്ലെങ്കിൽ ഒന്ന് ട്രയൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനും. പിന്നെ ഇതാ 399 രൂപയ്ക്ക് നമ്മളെ നോർമൽ ടോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കിയത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ പെറുക്കിയിട്ട് ഇതാ ട്രയൽ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗേസ്, വൈറ്റ് ഡ്രസ്സ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 899 രൂപ കൊടുത്ത് വാങ്ങണ്ടേ എന്നുള്ളൊരു സങ്കടമാണ്. സ്റ്റുഡിയോ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രോപ്പ് ടോപ്സ് ആണ്. നല്ല വെറൈറ്റി ലുക്കുള്ളതായിരിക്കും കേട്ടോ. എല്ലാതും നല്ല രസമുള്ള പാറ്റേൺ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്രീൻ ഷെയ്ഡ് അടിപൊളിയായിരുന്നു. അതിന് പക്ഷേ 499 ഉണ്ടായിരുന്നു. അതൊന്നും ഓഫറിലുള്ളതല്ല കേട്ടോ. ഈ ഒരു ബ്ലാക്ക് മാത്രമാണ് ഓഫറിലുള്ളത്. അതിന് 199 ആയിരുന്നു. ഓഫർ നോക്കിയിട്ടാണ് വന്നതെങ്കിലും ഓഫർ പ്രൊഡക്റ്റൊക്കെ വളരെ കുറവായിരുന്നു. നമ്മളിത് തുടങ്ങിയ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് പ്രൊഡക്റ്റുകൾ കിട്ടും. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓഫർ പ്രൊഡക്റ്റൊക്കെ 1-2 വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർമൽ റേറ്റ് തന്നെയാണ്. പിന്നെ അധിക കളക്ഷൻസ് ഒന്നും പുതിയതായിട്ട് വന്നതൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതിന് മുന്നേ വന്നതിൻ്റെ അതുപോലെയൊക്കെ തന്നെയാണ്. ചെറുതായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ ക്രാബ്സിലൊക്കെ വല്ല ഓഫർ ഉണ്ടോ നോക്കിയായിരുന്നു. അതിനൊക്കെ അത് തന്നെയാണ് കേട്ടോ, 79 തന്നെയാണ്. അതിലൊന്നും വലിയ ഓഫറൊന്നുമില്ല. കളക്ഷനും അതൊക്കെ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന അതൊക്കെ തന്നെയായിരുന്നു, വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുകയായിരുന്നു. എനിക്കിത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ചെരുപ്പിൻ്റെ കളക്ഷൻസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓഫറിൽ. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചെരുപ്പൊക്കെ പഴയ കളക്ഷൻസ് തന്നെയായിരുന്നു. പിന്നെ അതാ അവിടുന്ന് നമ്മൾ നേരെ മാളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഏറ്റവും മുകളിലാണ് കേട്ടോ ഫുഡ് കോർട്ട്. അപ്പോൾ മോൾസിൽ കയറിയിട്ട് നമ്മൾ അവൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അവൽ മിൽക്ക് ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും 3 ഫ്ലേവറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിവി, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്. എനിക്ക് ബട്ടർ സ്കോച്ചാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ബട്ടർ സ്കോച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കേക്കൊക്കെ നല്ല ടേസ്റ്റാണ്.
കുറേ കാലം പെരിന്തൽമണ്ണ വർക്ക് ചെയ്തിട്ട് ഞാൻ മൗസിൽ വന്നിട്ടൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ മാക്സ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒന്ന് ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിയില്ല. വെറുതെ ടൈം കളയണ്ടല്ലോ. എന്തായാലും ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും വേറെ എടുക്കാൻ പോകുന്നില്ല. നമ്മൾ സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്തതാണല്ലോ. എങ്കിലും അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ടൈമും ഒക്കെ പാടെ നോക്കിയപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇറങ്ങുമ്പോഴാണ് ഇവിടെ സയോമി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഓഫറായിരുന്നു കേട്ടോ. നമ്മൾ ഗൺ ചെയ്തിട്ട് ആ യെല്ലോ കളറിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫർ കാർഡ് തരുമ്പോൾ ഒരു ഡിസ്കൗണ്ടൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വെറുതെ നമ്മളൊന്ന് ട്രൈ ചെയ്യായിരുന്നു. ഒരാൾക്ക് 2 ചാൻസാണ് ഉണ്ടായിരുന്നത്. ഞാൻ വെറുതെ ട്രൈ ചെയ്ത പോലെ തന്നെ എൻ്റെ രണ്ടും വേറെ സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രശ്മി ട്രൈ ചെയ്തു, അവൾക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മേഘ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേഘയുടെ രണ്ടാമത്തെ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗീസ്. അപ്പോൾ 50 റുപ്പീസ് ഓഫറായിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രൊഡക്റ്റൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ നല്ല ഓഫറിൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. പിന്നെ എന്തിനാ ഇവിടുന്ന് വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ല. അപ്പോൾ സ്റ്റുഡിയോ കളക്ഷൻസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ അതൊന്നും ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.